Hey guys, welcome back to new video. Guys, നമ്മളെ TFT മീറ്ററിന്റെ ഡിസ്പ്ലേ നമ്പർ 3, അതായത് കുറെ പേർക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ആദ്യം പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ID, എൻ്റെ മൊബൈൽ നമ്പർ, എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ ഇസത ഇവിടെ ഇരിപ്പുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് ദേവൻ എന്ന് പിക്സൽ ലൈറ്റ് എത്തിക്കണ്ടെങ്കിലുണ്ടോ. നമ്മൾ പിക്സൽ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതേപോലെ തന്നെ നമ്മൾ TFT ഇത് ചെയ്തിട്ടുണ്ട്. അതായത് TFT ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ചിലവർക്ക് ഈ മീറ്റർ പൈസ കുറച്ച് കിട്ടണം, പക്ഷെ നമ്മൾ പൈസ വേശി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ബട്ട് നല്ലൊരു മീറ്റർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ലൊരു മീറ്റർ നിങ്ങൾ തന്നെ വാങ്ങിച്ചിട്ട് വരിക, അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം മനസ്സിലാവും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ് ആൻഡ് ഗൈസ്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ DLR വർക്ക് ഇവിടെ കിടന്ന് കത്തുന്നുണ്ട്. ഇതൊന്നും അല്ല, ഇതിന്റെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവലാണ് ഗൈസ്. DLR വർക്കിന്റെ വേറെ ലെവൽ ഫീലാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. വാ കണ്ണ് താ 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 അവ കണ്ണ് താ. അതുപോലെ തന്നെ നമ്മുടെ TFT ഡിസ്പ്ലേ ആയിരിക്കുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ പോകുന്ന മുമ്പ് നമുക്ക് ഫസ്റ്റ് താഴെ നിന്ന് തന്നെ തുടങ്ങാം. അതായത് നമുക്ക് ഈ TFT ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾഡർ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ഒരു ഹോൾഡർ നമുക്ക് മേടിക്കണം. ഈ ഒരു ഹോൾഡറിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 2K അല്ലെങ്കിൽ 1.7K ആ റേഞ്ച് ഈ ഒരു ഹോൾഡറിന്. എന്നാലേ ഡിസ്പ്ലേ ഇരിക്കത്തുള്ളൂ. ഉണ്ടോ, വണ്ടി മൊത്തത്തിൽ അനങ്ങത്തുള്ളൂ ഗൈസ്, അല്ല അനങ്ങത്തില്ല. പിന്നെ ഈ ഒരു ഈ സ്വിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ മീറ്റർ കൺട്രോൾ, ഫുൾ കൺട്രോൾ ആണ് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. നമ്മുടെ സെറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ കുറേ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ വരുന്നതാണ് നമുക്ക് ഈ കൺട്രോൾ സ്വിച്ച് 390 വരുന്ന സെയിം ലുക്കാണ്. ഇങ്ങനെ വന്നാലേ 390 ഒരു ലുക്ക് വരത്തുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് ആ ഒരു ഹോൾഡറൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതും ഫുൾ കൺട്രോൾ വർക്കിലാണ് ഗൈസ് ആ ഹോൾഡറും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് ഈ സ്വിച്ച് മേടിക്കണം. ഈ സ്വിച്ചിന്റെ പ്രൈസ് ഏകദേശം അല്ല, കറക്റ്റ് ഞാൻ ഒരു പ്രൈസ് പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിലുണ്ട് 2000 രൂപ. എന്നാൽ ഇത് 2000 രൂപ കൊടുക്കണ്ട നിങ്ങൾ. ഇതിന് വെറും 900 അല്ലെങ്കിൽ 1000 രൂപ ഉള്ളൂ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാണ് 2000 രൂപ കൊടുത്ത് വാങ്ങുന്നത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയപ്പോൾ 2000 രൂപയാണ് ഇതിന് പറഞ്ഞത്. ഈ മീറ്ററിന് പറഞ്ഞത് 12000 രൂപ. എന്നാൽ ഈ മീറ്ററിന് നിങ്ങൾക്ക് ഗൈസ് 10000 രൂപയ്ക്ക് കിട്ടും, 8000 രൂപയ്ക്ക് കിട്ടും ഗൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ 7000 രൂപയ്ക്കും കിട്ടും. അത് നിങ്ങൾ മീറ്റർ ഈ കിലോമീറ്ററിലാണ് കാര്യം. ഇത് 3262 കിലോമീറ്റർ ഓടിയ മീറ്റർ. അപ്പൊ ഇതിന് ഏകദേശം വന്നിട്ടുള്ളത് 10 രൂപയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള മീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ 11 രൂപ ആവാം. അല്ലാതെ 7000 കിലോമീറ്റർ ഓടിയത് കിട്ടും, 8000 കിലോമീറ്റർ ഓടിയത് കിട്ടും. അതൊക്കെ 5 രൂപയ്ക്ക് 6 രൂപയ്ക്കും കിട്ടും ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ലാഭം? അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളെ വണ്ടി, എൻ്റെ വണ്ടി അത് ടോട്ടൽ ഇപ്പൊ 16000 കിലോമീറ്റർ ഓടിയാണ്. അപ്പൊ പുതിയ മീറ്റർ വെച്ചപ്പോഴേക്ക് എനിക്ക് കിലോമീറ്റർ വ്യത്യാസം വന്നായിരുന്നു 362 കിലോമീറ്റർ. പിന്നെ ഈ മീറ്ററിൽ നിങ്ങൾ കണ്ടാൽ അറിയാം. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യും. മീറ്ററിൽ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ കണ്ടല്ലോ, എല്ലാം ഉണ്ട്. പിന്നെ ഈ 390 ഈ ഒരു ഡിസ്പ്ലേ നമ്മുടെ TFT മീറ്റർ നമ്മൾ ഡ്യൂക്കിൽ ചെയ്യുമ്പോൾ ഓർഡർ ലുക്ക് വരുന്ന നോക്കിക്കണ്ടോ. ലോങ്ങിൽ നോക്കുമ്പോൾ വേറൊരു വൈബാണ്. അതായത് ഒരു TFT മീറ്റർ, അതായത് ഒരു 390 അവിടെ ഇരിപ്പുണ്ട്. നമ്മളെ റെഡി ടു റൈസ് ടു 390. നമ്മളെ 390 ഇരിപ്പുണ്ട്. നമുക്ക് 390 എടുത്തോട്ട് പോകാൻ കഴിയും. നമുക്ക് നേരെ പോയി ആദ്യം നമുക്ക് താക്കോലൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പൊ കിൽ സ്വിച്ച് ഓഫ് ആണ്. താക്കോല് നമ്മൾ ഓഫ് ചെയ്തു, ഓൺ ആക്കുന്നു. കിൽ സ്വിച്ച് ഓൺ ആണ്. റെഡി ടു റൈസ് കണ്ടോ ഗൈസ്. ഈ റെഡി ടു റൈസ് എന്ന് മാത്രം എഴുതി കാണിക്കും, പിന്നെ ഒന്നും കാണിക്കത്തില്ല. ഇവിടെ 30 കാണിക്കും. അത് വർക്കിംഗ് പോലും ആകത്തില്ല ഗൈസ്. അത് സെറ്റ് ചെയ്ത് തരുന്നതിന് 8000 രൂപ. അതായത് റെഡി ടു റൈസ് എന്ന് കാണിക്കുന്നതിന് 8000 രൂപ ഗൈസ്. ഫുൾ കൺട്രോൾ വർക്കിങ്ങിന് 8000 രൂപ. നിങ്ങൾ ഏത് വേണമെന്ന് തീരുമാനിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അതായത് റെഡി ടു റൈസ് എന്ന് മാത്രം കാണിക്കുന്നതിന് 8000 രൂപ കൊടുക്കണം. RPM കട്ട് ഓഫ് ഒന്നും പൈസ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഗൈസ്. എന്നാൽ നമ്മൾ കൊടുക്കുന്നു 8000 രൂപയ്ക്ക്. നമ്മളും ഒരു TFT മീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ID കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിലും ചോദിക്കാം. കാര്യം എന്താണ്, എല്ലാവരും ആഗ്രഹമാണ് ഗൈസ് ഒരു 390 എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് മണി ഈസ് ബിസിനസ്. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ 390 മറന്ന് നമ്മൾ 250, 125 അങ്ങനെ ഒരു ഫീലിൽ പോകുന്നത്. പക്ഷെ കയ്യിലിരിക്കുന്നത് ഏതാണ്? ഡ്യൂക്കാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ പ്രൈസിനാണ് നമ്മൾ ഒരു വണ്ടി എടുക്കുന്നത്. എന്നാൽ അതിൽ നമുക്ക് 390 ലുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ തീരുമാനം പോലെ എടുത്താൽ മതി. നിങ്ങൾക്ക് റെഡി ടു റേസ് മാത്രം ഓടണോ അല്ലാതെ ഓടണോ. അപ്പൊ TFT മീറ്റർ നമ്മൾ സെറ്റ് ചെയ്തെടുപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി RPM കട്ട് ഓഫ് കാണണ്ടേ, അത് ഞാൻ അടുത്തിന് RPM കട്ട് ഓഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക.
കാര്യം വണ്ടി ഗിയറിലാണ്. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റിയിട്ട് ദേ വരുന്നു. ഓക്കെ, കണ്ടല്ലോ വണ്ടി ഇതേ ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ്. ചിലപ്പോൾ ഞാൻ പറയണതൊക്കെ സൗണ്ട് കുറവായിരിക്കാം. നമുക്ക് RPM കട്ട് ഓഫ് അടിച്ചു നോക്കിയാലോ. അതെ, അപ്പുറത്ത് വീട്ടുകാരുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഫുൾ അടിക്കുന്നില്ല, ശകലം ടോട്ടൽ കൊടുത്ത് വേറെ ലെവലല്ലേ. RPM കട്ട് ഓഫും വേറെ ലെവലാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്തിട്ട് കയറി വാ മച്ചാനെ. അടുത്ത് നമുക്ക് ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം. ഗൈസ്, ഇത് ഗോപ്രോയിൽ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ആ ഒരു രീതിയിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് RPM കട്ട് ഓഫ് വണ്ടി കണ്ടോ, റീഡിങ് ഫുള്ളോട്ട് വർക്കിങ്ങിലൂടെയാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ കണ്ടോ എൻ്റെ മോനെ ഒന്ന് കട്ട് ഓഫ് ആയപ്പോൾ കണ്ടോ അടിക്കുന്ന അടി കണ്ടോ, അതാണ് ഗൈസ് ഒരു 390. അപ്പം ആ ഒരു രീതിയിൽ വണ്ടി ആർക്കെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന മാക്സിമം 390 ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് 250 200 ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഇല്ലാത്തവരായാലും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്പ്ലേ നിങ്ങൾ തന്നെ മേടിച്ചേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമ്മളത് മേടിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ മേടിച്ചു തരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ID എടുത്തിട്ടുണ്ട്, അതോടൊപ്പം നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പം ബൈ ബൈ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.